വീഡിയോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓൺലൈൻ വഴി വാങ്ങിയതാണ്. ഇതാണ് സാധനം. ഇത് യോഗ മാറ്റ് എന്ന് പറയും. യോഗ മാറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സാധാരണ യോഗ ചെയ്യാൻ വേണ്ടി, ധ്യാനം ചെയ്യാൻ വേണ്ടി. ഇവിടെ എനിക്ക് ധ്യാനത്തിന് വേണ്ടിയാണ് ഞാൻ യോഗാഭ്യാസങ്ങളും കൂട്ടത്തിൽ ചെയ്യാൻ കഴിയും. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിന് ഏകാഗ്രത വരുത്തുക, ടെൻഷൻ ഇല്ലാതാക്കുക തുടങ്ങിയവയാണ്.
കൂടാതെ പല മാനസിക സമ്മർദ്ദങ്ങളും മാനസിക ശാരീരിക പിരിമുറുക്കങ്ങളൊക്കെ നമുക്ക് ഇതുമൂലം ഇല്ലാതാക്കാൻ കഴിയും. നിരന്തരമായി നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ധ്യാനത്തിലേർപ്പെടുക. യോഗ അഭ്യാസങ്ങൾ, ലഘുവായ യോഗാഭ്യാസങ്ങൾ ചെയ്തു പോവുക. നിത്യവും ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷവും ഓജസ്സും ഉണർവും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ധ്യാനങ്ങൾ ചെയ്യുന്നത് അത് ഏത് തരം എത്ര തരം എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കും. അതുകൂടാതെ ലഘുവായ ചെറിയ യോഗാഭ്യാസങ്ങൾ കാട്ടിത്തരാം. ഇതും ഒരു ധ്യാനത്തിൽപ്പെടുന്നതാണ്. വെറുതെ കണ്ണ് തുറന്ന് ശരീരം തളർത്തി മുട്ടുമേൽ കൈകൾ വെച്ച് വെറുതെ ഇങ്ങനെ കുറച്ച് 5-10 മിനിറ്റ് ഇരുന്നാൽ നമ്മുടെ ശരീരത്തിന് ഒരു എനർജി ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത ഒരു ധ്യാനം. ഇത് കണ്ണ് പാതി അടച്ച് കൈകൾ രണ്ടും നമ്മുടെ തുറന്നു വെച്ചേക്കാം. മുട്ടിന്മേൽ, കാലിൻ്റെ 2 മുട്ടിന്മേൽ ഇങ്ങനെ കൈകൾ രണ്ടും തുറന്നു വെച്ച് കണ്ണുകൾ അടച്ച് ഇങ്ങനെ ശരീരം തളർത്തി ഇങ്ങനെ ഇരുന്നാൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും വിട്ടുപോകുന്നതാണ്. ഇനി അടുത്ത ഒരു ധ്യാനം. ഇത് നമ്മൾ 2 കൈകളും ഇങ്ങനെ കൂടായി ഉലർത്തി ആകാശത്തിൽ ഇങ്ങനെ ഉലർത്തി വായുവിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കും. അപ്പം നമ്മുടെ കൈവെള്ളയിലുള്ളത് എല്ലാ നെഗറ്റീവ് എനർജികളും ദൂരേക്ക് പറന്നു പോകുന്നതാണ്. അപ്പം നമ്മളെ വിട്ടുപോകുക. നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജികൾ ആ കൈവെള്ളയിൽ നിന്നും വേർപെട്ട് പോകുന്നത് കാണാം. ഇങ്ങനെ അല്പനേരം ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കണം. ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവ് എനർജികൾ. ഇനി അടുത്ത ഒരു ധ്യാനം. നമ്മുടെ വിരലിൽ ഒരു തള്ളവിരൽ അമർത്തി നമ്മളിങ്ങിട്ടിരിക്കുക. അതായത് നമ്മുടെ രണ്ടാമത്തെ തള്ളവിരലിനപ്പുറത്തെ തള്ളവിരൽ മുട്ടിച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ധ്യാനത്തിലിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ്, അതായത് നമ്മുടെ
കയ്യിൽ കൂടെ നമ്മുടെ തലച്ചോറിലുള്ളത് കംപ്ലീറ്റ് പോകും. നേരത്തെ ഉള്ളത് ശരീരത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മുടെ തലച്ചോറിൽ ബോധമനസ്സിലുള്ളതും അബോധ മനസ്സിലുള്ളതും, അതായത് ബോധമനസ്സിലും ഉപബോധ മനസ്സിലുമുള്ള നെഗറ്റീവ് എനർജികൾ വിട്ടുപോകും. തള്ളവിരൽ ചൂണ്ടുവിരലിൻ്റെ അടുത്തുള്ള വിരൽ മുട്ടിച്ച്, അതായത് മൂന്നാമത്തെ വിരൽ തള്ളവിരൽ മുട്ടിച്ച് നമ്മളിങ്ങനെ കുറച്ച് നേരം. ഇനി അടുത്ത ഒരു ധ്യാനം. ഇത് നമ്മളെ ചെറിയ വിരൽ ഇല്ല, അതിൻ്റെ തൊട്ട രണ്ടാമത്തെ വിരൽ തള്ളവിരൽ മുട്ടിച്ച് കുറച്ച് നേരം ഇങ്ങനെ മുഖം ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇടത്തോട്ടും അത് കഴിഞ്ഞ് വലത്തോട്ടും ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിലുള്ളത് എല്ലാ നെഗറ്റീവ് എനർജികളും വിട്ടു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളവിരലും മോതിരവിരൽ എന്ന് പറയും. അതിനകത്ത് നമ്മൾ മുട്ടിച്ച് ഇങ്ങനെ കുറച്ച് നേരം തല താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ ചരിച്ച് കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ അകത്തുള്ള വയറ്റിലുള്ള കംപ്ലീറ്റ് വായു പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ. അടുത്തെടുക്കുക. അതുകൊണ്ട് ഈ ഇത്രയും ധ്യാനങ്ങൾ കഴിഞ്ഞു. ഇനി യോഗാഭ്യാസങ്ങൾ, ലഘുവായ യോഗാഭ്യാസം കാട്ടിത്തരാം. നമ്മളീ കയറിക്കൂടിയ ബാധകൾ, നെഗറ്റീവ് എനർജികൾ എല്ലാം ഇതുവഴി പോയി. എല്ലാ ഹൃദയസ്തംഭനോ വല്ല അസുഖങ്ങളോ വായു സംബന്ധമായ എല്ലാ അസുഖങ്ങളും കിട്ടും. ഇതൊരു 10 മിനിറ്റ് ചെയ്യാം ഈ രീതിയിൽ. അപ്പോൾ അടിവയറ്റി കിടന്ന എല്ലാം പോയി. ഇനി അടുത്ത ഒരു അഭ്യാസം. കാല് വിടാത്തി മുട്ടുകൾ താഴ്ത്തി ഇരുന്ന് നമ്മുടെ കൈകൾ നീട്ടി കുറച്ച് നേരം ചെയ്യുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് പുറത്തേക്ക്, അതനുസരിച്ച് വായു പുറത്തേക്ക് വിടണം. ശ്വാസോച്ഛ്വാസം വിട്ടുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വയറ്റിലുള്ള കംപ്ലീറ്റ് കയറിക്കൂടിയ എല്ലാ പിശാചുക്കളും പുറത്തു വിടും. അതായത് നെഗറ്റീവ് എനർജികളെല്ലാം പുറത്തു വിടും. നമ്മുടെ വായ്ക്കകത്തൂടെ കയറുന്ന വായു വഴിയല്ലേ, ഈ വായു ഇങ്ങനെ തുറന്നിരിക്കും, വായ്ക്കകത്തൂടെ അകത്തോട്ട് കയറും. കംപ്ലീറ്റ് ദുരാത്മാക്കളും അകത്ത് കിടക്കുക. ആ ആത്മാക്കളെല്ലാം പുറത്തി അടിക്കാനാണ് ഈ അഭ്യാസം. ഈ വേറൊരു അഭ്യാസം, കൈകൾ മുകളിൽ ഉയർത്തി നമ്മൾ താഴ്ന്ന് മുകളിലേക്ക് ഇങ്ങനെ പോയി ചലിച്ചുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് ശ്വാസോച്ഛ്വാസം വിട്ടുകൊണ്ടിരിക്കണം. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് ക്ലീനാകും.
വ്യായാമത്തിൽ പെട്ടതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും കയറിയിരിക്കുന്ന എല്ലാ എനർജികളും നെഗറ്റീവ് എനർജികളും വിട്ടു. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും നമ്മുടെ ശരീരം തല മുന്നോട്ടാക്കി നടു പുറകോട്ടാക്കി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വായ്ക്കകത്തെ വയറ്റിനകത്തെ പുറത്തേക്ക് വരിക. എല്ലാ നെഗറ്റീവ് എനർജികളും പുറത്തേക്ക് വരിക. ഇതൊക്കെ വ്യായാമത്തിൽപ്പെട്ടതാണ്. ഇതുകൊണ്ട് ചെയ്യുന്നതാണ് കൈകാലുകൾക്കൊക്കെ ഒരു ഓജസ് ഗുണം കിട്ടാൻ. ഇനി നമ്മൾ കൈകൾ ഭിത്തിയിലോ ഏതെങ്കിലും മരത്തിലോ പിടിച്ചിട്ട് ഇങ്ങനെ ശരീരം പുഷപ്പ് ചെയ്യുന്നവർ പുഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള എല്ലാ നെഗറ്റീവ് എനർജികളും വിട്ട് പുറത്തേക്ക് പോകും. അതിനനുസരിച്ച് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അകത്തുള്ള എല്ലാം വിട്ടു. ഇത് വ്യായാമത്തിൽപ്പെടുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ ദുഷിച്ച വായു പുറത്തേക്കാണ്. ഇനി ഞാൻ AI ഉപയോഗിച്ച് യോഗ മാറ്റിനെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കിയത് കാട്ടിത്തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.